ഹായ് അസ്സലാമു അലൈക്കും. മത്ബഖ് ബൈത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും കൂടി ഒന്ന് മിക്സ് ആക്കിയതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ബീഫ് കുറുമയാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലേക്ക് വലിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് 1.5 കിലോ ബീഫും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം അതിനാവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിക്കാൻ ആവശ്യമുള്ള വെള്ളത്തും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെക്കാം. കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ ബീഫ് വേവുന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് ബീഫ് ചില്ലിക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മസാല ഉണ്ടാക്കി വെച്ചിക്കണു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ, മൈദ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, നാരങ്ങ നീര്. കൂട്ടിൽ തന്നെ കുറച്ച് ചിക്കനും കൂടി ചില്ലിക്ക് മസാലയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറുമേൽക്കുള്ള തേങ്ങ കൂടി അരച്ചെടുക്കാം. 1.5 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 കഷ്ണം പട്ട, 1 കറുവപ്പട്ട, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, 6 അണ്ടിപ്പരിപ്പ്. ഇതും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അരച്ചെടുക്കാം. കറിയൊക്കെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് കറി ഓഫ് ചെയ്യാം. നമ്മൾ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. 1 മുറി തേങ്ങ ചിരവി ഇട്ടു. 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടി ഒന്ന് വാട്ടിയെടുക്കാം. തിളച്ച് വന്നാൽ പൊടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് മാങ്ങി വെച്ചിട്ട് അതൊന്ന് കുഴച്ച് പ്രസ്സിൽ പരത്തിയെടുക്കാം. കുറച്ച് വലിപ്പത്തോട് കൂടിയിട്ട് തന്നെ ഓരോ ഉരുളകളാക്കി എടുക്കുക. ഉരുളകളാക്കിയതിന് ശേഷം നമുക്കിത് പ്രസ്സിൽ അമർത്തിയെടുക്കാം. അമർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ നമ്മൾ വേഗത്തിൽ നമ്മൾ ഒറോട്ടിപ്പത്തിരി റെഡിയാക്കി. നമ്മൾ നൂഡിൽസാണ് ഇനി ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ചൂടായപ്പോൾ 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഉള്ളി വാടിയതിന് ശേഷം 1 ക്യാപ്സിക്കം മുളക്, 2 പച്ചമുളക്, 1 തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയിട്ടുണ്ട്. നൂഡിൽസ് വേവിച്ചെടുക്കാനായിട്ട് ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് 1 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് 2 തുള്ളി ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തള വന്നതിന് ശേഷം നമുക്ക് നൂഡിൽസിൻ്റെ ഓല ഇട്ട് കൊടുക്കാം. നൂഡിൽസുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കമൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കുക. 1.5 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് 5 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. മുട്ട അതിൽ കിടന്ന് ചിക്കാക്കി എടുക്കണം. കുറച്ച് ചിക്കന് കുരുമുളകിട്ട് വേവിച്ച് വെച്ചിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. നമുക്ക് ചിക്കനും മുട്ടയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ മസാല റെഡിയായി. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നൂഡിൽസ് വേവിച്ചിട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒന്നുകൊണ്ട് മിക്സാക്കി കൊടുക്കാം. അടുത്തതായിട്ട് ചിക്കൻ മധൂത്ത്. അതിന് വേണ്ടിയിട്ട് ചെമ്പട്ടിയിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ട് കൊടുത്തു. ചെറിയ ജീരകം, വലിയ ജീരകം, 2 വലിയ ഉള്ളി, 2 ക്യാപ്സിക്കം, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 6 മീഡിയം സൈസ് തക്കാളി പേസ്റ്റാക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തു. ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 2 സെറ്റ് മാഗി ക്യൂബും ആവശ്യത്തിന് ഉപ്പും, ഒരു ചെറുനാരങ്ങ നീരും, മധൂത്ത് മസാല പൊടിച്ചെടുത്തതും ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ അറബി മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് റൈസിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 1 മുറി ചെറുനാരങ്ങ നീരും 2 ഡ്രൈ ലെമനും കൂടി ഇട്ട് കൊടുത്തു. നമ്മൾ നെയ്പ്പത്തലാണ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് പുട്ടുപൊടിയാണ്. 2 ഗ്ലാസ് പുട്ടുപൊടിയിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. 1 മുറി തേങ്ങ, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം,
ഒരു മുറി വലിയ ഉള്ളി, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. ഈ തേങ്ങയും ജീരകം ആ കൂട്ടെല്ലാം കൂടി നമുക്ക് മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കൈയോട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളെ മധുരത്തിനുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോൾ 6 ഗ്ലാസ് അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ റെഡിയായി വരുന്നുണ്ട്. മധുരത്ത് ഉണ്ടാക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബീഫ് ചില്ലി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ച് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നെയ്പ്പത്തൽ ഓരോന്നായിട്ട് കൈയിൻ്റെ അടിയിൽ വെച്ച് പരത്തി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇടയിലൊരു ഓറഞ്ച് ജ്യൂസ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് ചില്ലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓരോന്നായിട്ട് ഒക്കെ പൊരിച്ചെടുത്തു. ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മധുത്തും അടിപൊളിയാണ് കേട്ടോ. നമുക്കൊക്കെ പ്ലേറ്റിലേക്ക് എടുക്കാം. മധുത്ത്, ഒറോട്ടി, നെയ്പത്തൽ, ബ്രോസ്റ്റ് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ചിക്കൻ ചില്ലി, ബീഫ് ചില്ലി, നൂഡിൽസ്, ബീഫ് കുർമ. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.